ഹായ് ലേണേഴ്സ്, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ബ്രഹ്മാണ്ഡ പുരാണമാണ്. അപ്പോൾ ബ്രഹ്മാണ്ഡ പുരാണവുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ബ്രഹ്മാണ്ഡ പുരാണവുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാല ചോദ്യ പേപ്പറുകളിൽ വന്നിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പൊ ഏതൊരു ടോപ്പിക് പഠിക്കുമ്പോഴും ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണോ നിങ്ങൾ ഒരുങ്ങുന്ന മത്സര പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഈ ചോദ്യം ഞാൻ എടുത്തിരിക്കുന്നത് നെറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ നിന്നാണ്. അപ്പൊ കാറ്ററ്റ് കാറ്റഗറി 3 അതുപോലെ തന്നെ സെറ്റ്, നെറ്റ്, പാർട്ട് ടൈം, HSC തുടങ്ങിയ എല്ലാ മലയാള വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മത്സര പരീക്ഷകൾക്കും ഒരുപോലെ ഉപയുക്തമാകുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യം നോക്കൂ. ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ കർത്താവ് നിരണത്ത് രാമപ്പണിക്കരാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരെല്ലാം? ഓപ്ഷൻ എ ഉള്ളൂർ പി ഗോവിന്ദപിള്ള, ഓപ്ഷൻ ബി ഇളംകുളം ഉള്ളൂർ, ഓപ്ഷൻ സി ഉള്ളൂർ കെ സാംബശിവശാസ്ത്രികൾ, ഓപ്ഷൻ ഡി പി ഗോവിന്ദപിള്ള വടക്കുംകൂർ രാജരാജവർമ്മ. അപ്പൊ ബ്രഹ്മാണ്ഡ പുരാണം എഴുതിയത് നിരണത്ത് രാമപ്പണിക്കരാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ള രണ്ടുപേർ ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാം. അപ്പൊ എന്താണ് ബ്രഹ്മാണ്ഡ പുരാണം, ഭാഷാ ഗദ്യ വികസനത്തിലെ അല്ലെങ്കിൽ ഭാഷയുടെ ചരിത്രത്തിൽ എന്താണ് ബ്രഹ്മാണ്ഡ പുരാണത്തിനുള്ള സ്ഥാനം, ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകൾ, ബ്രഹ്മാണ്ഡ പുരാണം എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാല ചോദ്യ പേപ്പറുകളിൽ വന്നിട്ടുള്ള ആവർത്തന ചോദ്യങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ബ്രഹ്മാണ്ഡ പുരാണം ഭാഷാ കൗടില്യത്തിന് ശേഷം ഗദ്യത്തിന്റെ വളർച്ചയെ കാണിക്കുന്നത് ബ്രഹ്മാണ്ഡ പുരാണം പോലെയുള്ള നമ്പ്യാർ തമിഴ് കൃതികളാണ്. നമ്മൾ പറഞ്ഞു ബ്രഹ്മാണ്ഡ പുരാണം നമ്പ്യാർ തമിഴ് കൃതികളാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ് നമ്പ്യാർ തമിഴ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ബ്രഹ്മാണ്ഡ പുരാണം സംസ്കൃതത്തിലെ അതേ പേരിലുള്ള ഒരു കൃതിയുടെ ഒരു ഭാഗത്തിന്റെ വിവർത്തനമാണ്. അപ്പൊ ബ്രഹ്മാണ്ഡ പുരാണം കൃതി ഒരു വിവർത്തന കൃതിയാണ്, നമ്പ്യാർ തമിഴ് ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത പോയിന്റ് നോക്കൂ. 14-ാം നൂറ്റാണ്ടിന്റെ അവസാനമായിരിക്കണം ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ രചനാകാലം. കൃത്യമായിട്ട് നമുക്ക് ഇന്നതാണ് കാലഘട്ടം എന്ന് പറയാൻ പറ്റില്ല. ഏകദേശം ഒരു കാലഘട്ടമാണ്. 14-ാം നൂറ്റാണ്ടിന്റെ അവസാനമായിരിക്കണം ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ രചനാകാലം. നിരണം കവികളിൽ ഒരാളായ രാമപ്പണിക്കരാണ് ബ്രഹ്മാണ്ഡ പുരാണം രചിച്ചത് എന്നുള്ള പണ്ഡിത അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. നമുക്ക് തീർച്ചപ്പെടുത്തി പറയാനൊന്നും കഴിയില്ല, എങ്കിലും അത്തരത്തിലുള്ള ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. നിരണം കവികളിൽ ഒരായ രാമപ്പണിക്കർ രചിച്ച കൃതിയാണ് ബ്രഹ്മാണ്ഡ പുരാണം എന്നുള്ള ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. ഗദ്യവികാസത്തിന്റെ ഒരു പ്രധാന ഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന നിലയിൽ ബ്രഹ്മാണ്ഡ പുരാണം കൃതി ഭാഷാ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനം അർഹിക്കുന്നുണ്ട്. ഗദ്യവികാസം, നമ്മളിപ്പോ ഗദ്യത്തിന്റെ ചരിത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്പ്യാർ തമിഴ് പഠിച്ചു. അപ്പൊ നമ്പ്യാർ തമിഴുമായി ബന്ധപ്പെട്ടുള്ള കൃതികൾ നമ്മൾ നോക്കണം. ഗദ്യവികാസത്തിന്റെ ഒരു പ്രധാന ഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന നിലയ്ക്ക് ബ്രഹ്മാണ്ഡ പുരാണം കൃതിക്ക് ഭാഷാ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഭാഷാരീതി ദൂതവാക്യത്തിലെ രീതിയോളം സംസ്കൃത പദബഹുലമല്ല എന്നും നമ്പ്യാർ തമിഴിലെ സവിശേഷതകൾ അതിൽ തെളിഞ്ഞു കാണുന്നുമുണ്ട് എന്നും CL ആന്റണി അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ CL ആന്റണിയുടെ ബ്രഹ്മാണ്ഡ പുരാണത്തെ പറ്റിയുള്ള ഒരു അഭിപ്രായം, നിരീക്ഷണമാണ് നമ്മൾ നോക്കിയത്. ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ പരീക്ഷയ്ക്ക് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത് കൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കണം. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഭാഷാരീതി ദൂതവാക്യത്തിലെ രീതിയോളം സംസ്കൃത പദബഹുലമല്ല. നമ്പ്യാർ തമിഴിലെ സവിശേഷതകൾ ഏതിലെ? ബ്രഹ്മാണ്ഡ പുരാണത്തിൽ തെളിഞ്ഞ് കാണുന്നുണ്ട്. ആരുടെ നിരീക്ഷണമാണ്? CL ആന്റണിയുടെ നിരീക്ഷണമാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ ഭാഷാപരമായിട്ടുള്ള സവിശേഷതകളിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് കടക്കുന്നത്. അപ്പൊ ബ്രഹ്മാണ്ഡ പുരാണം രചിക്കുന്നത് 14-ാം നൂറ്റാണ്ടിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അന്ന് പ്രചാരത്തിലിരുന്ന ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധമായ വർണ്ണമാലയിൽ നിന്ന് വ്യത്യസ്തമായി ദ്രാവിഡ വർണ്ണങ്ങൾക്ക് പുറമെ സംസ്കൃതത്തിൽ നിന്നുള്ള വർണ്ണങ്ങളും കൂട്ടിച്ചേർത്തിട്ടാണ് ബ്രഹ്മാണ്ഡ പുരാണം ഗദ്യം രചിച്ചിരിക്കുന്നത്. അപ്പൊ ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധമായിട്ടുള്ള വർണ്ണമാലയിൽ നിന്ന് വ്യത്യസ്തമായി ദ്രാവിഡപരമായിട്ടുള്ള വർണ്ണങ്ങൾക്ക് പുറമെ സംസ്കൃതത്തിൽ നിന്നുള്ള വർണ്ണങ്ങളും കൂട്ടിച്ചേർത്ത് രചിച്ചിട്ടുള്ള കൃതിയാണ് ഏത് കൃതി? ബ്രഹ്മാണ്ഡ പുരാണം. കേരള പാണിനിയുടെ നയങ്ങൾ അധികവും പ്രാവർത്തികമായിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കേരള പാണിനി പറയുന്ന 6 നയങ്ങളിൽ അധികവും ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പ്രാവർത്തികമായിട്ടുണ്ട്. താലവ്യാദേശം വന്ന രൂപങ്ങൾ മാത്രമാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിലുള്ളൂ. ആന, വൈത്തു എന്നീ രൂപങ്ങളല്ല, മറിച്ച് ആന, വെച്ചു എന്നിങ്ങനെ സ്വരസംവരണം വന്ന രൂപങ്ങളാണ് ഏതിലെ? ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ താലവ്യാദേശം വന്ന രൂപങ്ങളും സ്വരസംവരണം സംഭവിച്ച രൂപങ്ങളും ഏതിൽ കാണുന്നുണ്ട്? ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കാണുന്നുണ്ട്.
അനുനാസിക അതിപ്രസരം സംഭവിക്കാത്തതുമായിട്ടുള്ള രൂപങ്ങൾ കാണുന്നുണ്ട്. നിന്നുടെ, സന്നദ്ധൻ മുതലായ പദങ്ങളിൽ ന എഴുതി കാണുന്നുണ്ട് എങ്കിലും ക്രിയാപദങ്ങളിൽ ചെന്റു, നിന്റെ എന്നിങ്ങനെ റാ ചേർത്ത രൂപങ്ങളും കാണുന്നു. ചൊന്നാൻ പോലുള്ള രൂപങ്ങളും ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കാണുന്നുണ്ട്. പുരുഷഭേദ നിരാസം, അപ്പൊ കേരളപാണിനിയുടെ 6 നയങ്ങളും നമ്മൾ പറയുകയാണ്. അതിൽ പുരുഷഭേദ നിരാസം പൂർണ്ണമായും സംഭവിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് ബ്രഹ്മാണ്ഡ പുരാണം ഗദ്യത്തിന്റെ ഭാഷ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിരൂപിച്ചാൽ, അറിയിച്ചാൽ, ചൊന്നാൻ എന്നിങ്ങനെ പുരുഷ പ്രത്യയങ്ങളോട് കൂടിയുള്ള ക്രിയാരൂപങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പൊ നിരൂപിച്ചാൽ എന്ന് പറയുമ്പോൾ അവൾ നിരൂപിച്ചു എന്നുള്ള അർത്ഥമാണ് കാണുന്നത്. അൾ എന്നുള്ളത് പ്രത്യയം നോക്കുക. അറിയിച്ചാൽ, ചൊന്നാൻ, അപ്പൊ പുരുഷ പ്രത്യയങ്ങളോട് കൂടിയിട്ടുള്ള ക്രിയാരൂപങ്ങൾ കൂടുതലായിട്ട് കാണുന്നു എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. മധ്യകാല മലയാളത്തിന്റെ സവിശേഷതയായ നാരൂപങ്ങൾ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ വ്യാപകമായിട്ട് പ്രയോഗിച്ചു കാണുന്നു. നാമപദങ്ങളും ക്രിയാപദങ്ങളും കേരള ഭാഷയുടെ സ്വഭാവം പ്രകടിപ്പിച്ചു കാണുന്നു. അർ, കൽ എന്നീ ബഹുവചനങ്ങൾ ചേർത്ത് അവർകൾ എന്ന പൂജക ബഹുവചനം പ്രയോഗിച്ചു കാണുന്നു. അൻ തന്നെയാണ് പുല്ലിംഗ പ്രത്യയം, ദൂതൻ, പുത്രൻ തുടങ്ങിയ ഉദാഹരണം. ആദി സ്വരാഗമം വന്നതും വരാത്തതുമായിട്ടുള്ള രൂപങ്ങൾ ഏതിൽ കാണുന്നുണ്ട്? ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കാണുന്നുണ്ട്. ഈ രാമൻ എന്ന പദത്തിൽ തമിഴ് രീതി അനുസരിച്ച് പൂർവ്വസ്വരം ചേർത്തിരിക്കുന്നു. എന്നാൽ രാജാവ് എന്ന പദത്തിൽ ചേരുന്നില്ല എന്ന വസ്തുതയും നോക്കേണ്ടതാണ്. സംസ്കൃത രീതിയിലുള്ള വാക്യഘടന ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പലയിടത്തും കാണാം. രാജാവിനുണർത്തുക, അയോധ്യയെ പ്രാപിച്ചു, രാജാവിനാൽ തോൽക്കപ്പെട്ടു, രാജ്യത്തിനു ചെന്തു മുതലായ പ്രയോഗങ്ങളാണ് കാണിക്കുന്നത്. അപ്പൊ സംസ്കൃത രീതി അനുസരിച്ചിട്ടുള്ള ഒരു വാക്യഘടനയ്ക്ക് ഉദാഹരണമാണ് ഇവയെല്ലാം തന്നെ. വിഭക്തി പ്രത്യയങ്ങൾ മിക്കവാറും ആധുനിക ഭാഷയിലേത് തന്നെയാണ്. പ്രതിഗ്രാഹിക പ്രത്യയമായിട്ടുള്ള എ, രാജാവിനെ, നഗരത്തെ. ഉദ്ദേശിക പ്രത്യയമായിട്ടുള്ള ക്, ന്, തിരുവടിക്ക്, രാജ്യത്തിന്. സംബന്ധിക പ്രത്യയമായ ഉടെ, രാജാക്കളുടെ. പ്രയോജിക പ്രത്യയമായ ആൽ പ്രയോജികയാം ഹേതു എന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. വിഭക്തി പ്രത്യയങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. രാജാവിനാൽ, അപ്പൊ ആൽ എന്താണ് പ്രയോജിക പ്രത്യയമായിട്ടുള്ള ആൽ, രാജാവിനാൽ എന്നീ വിഭക്തി പ്രത്യയങ്ങൾ ചേർന്ന രൂപങ്ങളാണ് സാർവത്രികമായിട്ട് കാണുന്നത്. ഒള്ള, എടം എന്നിങ്ങനെയുള്ള വാമൊഴി രൂപങ്ങളും ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കാണുന്നുണ്ട്. വികല്പ പ്രത്യയമായ ഓക്ക് പകരം താനാണ് സാധാരണയായിട്ട് പ്രയോഗിച്ചു കാണുന്നത്. മരിക്കതാൻ, ഇപ്പൊ വികല്പ പ്രത്യയമായിട്ടുള്ള ഓക്ക് പകരം എന്താണ്? താൻ എന്നുള്ള പ്രത്യയം ഉപയോഗിച്ചു കാണുന്നു. ഒട്ടു വളരെ സംസ്കൃത പദപ്രയോഗങ്ങളും ശൈലികളും കാണാനായിട്ട് സാധിക്കും. വസ്ത്രശയ നാദിനി, വിസ്തരേണു കുതൂഹലിച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള സംസ്കൃത പ്രയോഗങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപൂർവങ്ങളായിട്ടുള്ള പദപ്രയോഗങ്ങൾ പ്രയോഗിച്ചു കാണുന്നു. എന്താണ്? ഉളൻ, കുശൽ, പെരുമം, പിഴകുക, പലാതി തുടങ്ങിയ പദപ്രയോഗങ്ങൾ ബ്രഹ്മാണ്ഡ പുരാണത്തിലെ മാത്രം പദപ്രയോഗങ്ങളായിട്ട് നമുക്ക് പറയാവുന്നവയാണ്. ആ, ആദെ എന്നിവ ചേർത്ത് നിഷേധ ക്രിയാരൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വാര, അറിയാൻ, മറവാതെ തുടങ്ങിയ പ്രയോഗങ്ങൾ ഉദാഹരണമാണ്. തമിഴ് പ്രയോഗങ്ങൾ ഉപയോഗിച്ച് കാണുന്നു. മുടിയുമോ, അതുപോലെ എനക്കു, അറിന്തു, നിറൈന്തു തുടങ്ങിയ തമിഴ് പദപ്രയോഗങ്ങളും ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കാണുന്നുണ്ട്. ഞാങ്ങൾ, എങ്ങൾ, താം, അവു, അവരൽ, അവിറ്റെ എന്നിവയൊഴിച്ചുള്ള സർവനാമങ്ങൾ ഇന്നത്തെ ഭാഷയിലുള്ളത് പോലെ തന്നെയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സമുച്ചയ പ്രത്യയമായിട്ടുള്ള ചേരുമ്പോൾ മകാരം വകാരമായിട്ട് മാറുന്ന സന്ധിവികാരം ബ്രഹ്മാണ്ഡ പുരാണ ഭാഷയിൽ സംഭവിച്ചു കാണുന്നു. വശവും, ആയുധവും എന്നിവ ഉദാഹരണമാണ്. അപ്പൊ പലപ്പോഴും വരികൾ തന്നിട്ട് ഏത് കൃതിയിലേതാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഭാഷാപദ പ്രയോഗങ്ങൾ അല്ലെ, ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ അതിലെ പ്രയോഗങ്ങൾ നോക്കിയിട്ട്, ഭാഷയുടെ പ്രത്യേകതകൾ നോക്കിയിട്ട് ഏത് കൃതിയിലെ വരികളാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകൾ. മുഴുവൻ കാണാപ്പാഠം പഠിക്കണമെന്ന് നിർബന്ധമില്ല. പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയാകും. എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ബ്രഹ്മാണ്ഡ പുരാണം ഭാഷയെ പറ്റിയിട്ടുള്ള പണ്ഡിത അഭിപ്രായങ്ങൾ.
ഇതിലെ അതായത് ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ദ്രാവിഡ പദ പ്രാചുര്യം ആഹ്ലാദപ്രദവും ആലോചനാപരവുമാണ്. കൈരളി ദ്രാവിഡിയുടെ പടിയിൽ നിന്ന് പതുക്കെ പതുക്കെ അകന്ന് ഗൈർവാണിയോടൊത്തിണങ്ങി തുടങ്ങിയ ഒരു ഘട്ടത്തിലാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ ഉൽപ്പത്തി. ഈ ഗദ്യകൃതി പ്രാചീന ഗദ്യ സാഹിത്യത്തിലെ തമിഴ് പ്രഭാവ കാലത്തെ ഒരു അമൂല്യനിധിയാണ്. ഗദ്യ സാഹിത്യ ചരിത്രത്തിലെ TM ചുമ്മാറാണ് ഇപ്രകാരം അഭിപ്രായപ്പെടുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ കൃതി പ്രാചീന ഗദ്യ സാഹിത്യത്തിലെ തമിഴ് പ്രഭാവ കാലത്തെ ഒരു അമൂല്യനിധിയാണ്. TM ചുമ്മാർ ഏത് കൃതിയെയാണ് ഇത്തരത്തിൽ നിരീക്ഷിക്കുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഏത് കൃതിയെയാണ്? ബ്രഹ്മാണ്ഡ പുരാണത്തെയാണ്. അപ്പൊ നമ്മൾ അതിന്റെ സോഴ്സ് തേടിപ്പോയപ്പോഴാണ് ഈ ഒരു കൃത്യമായിട്ടുള്ള ലൈൻ കിട്ടിയത്. അത് അങ്ങനെ തന്നെ നമ്മൾ ചോദ്യത്തിൽ ഉൾപ്പെടുത്തി എന്ന് മാത്രം. അപ്പൊ ദ്രാവിഡ പദ പ്രാചുര്യം ആഹ്ലാദപ്രദവും ആലോചനാപരവുമാണ്. ഇപ്പൊ ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ദ്രാവിഡ പദ പ്രാചുര്യം ആഹ്ലാദപ്രദവും ആലോചനാപരവുമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? TM ചുമാറാണ്. പിന്നെ വരുന്ന പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം മുഴുവനായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. കൈരളി ദ്രാവിഡ പടിയിൽ നിന്ന് പതുക്കെ പതുക്കെ അകന്ന് ഗൈർവാണിയോടൊത്തിണങ്ങി തുടങ്ങിയ ഒരു ഘട്ടത്തിലാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ ഉൽപ്പത്തി. TM ചുമ്മാറിന്റെ അഭിപ്രായമാണ്. ഈ ഗദ്യകൃതി പ്രാചീന ഗദ്യ സാഹിത്യത്തിലെ തമിഴ് പ്രഭാവ കാലത്തെ ഒരു അമൂല്യനിധിയാണ്. ഇതും അഭിപ്രായപ്പെടുന്നത് ആരാണ്? TM ചുമ്മാറാണ്. അപ്പൊ ഗദ്യചരിത്രം, TM ചുമ്മാറിന്റെ ഗദ്യചരിത്രം എന്നുള്ള കൃതി കൃത്യമായിട്ട് ഒന്ന് റെഫർ ചെയ്യാനായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. അടുത്തത് KN എഴുത്തച്ഛന്റെ നിരീക്ഷണമാണ്. ആളുകൾ ഉപയോഗിച്ചിരുന്നതെന്ന് കരുതിക്കൂടാ, ഗദ്യകൃതികൾ രചിക്കാൻ പണ്ഡിതന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു ഉയർന്ന തരം സാഹിത്യ ഭാഷയായിരിക്കണം ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അത് സംസ്കൃത പ്രചുരമാണെന്നത് തികച്ചും സ്വാഭാവികമാണ് താനും. അപ്പൊ ബ്രഹ്മാണ്ഡ പുരാണം ഭാഷയെ കുറിച്ചുള്ള KN എഴുത്തച്ഛന്റെ നിരീക്ഷണമാണിത്. ഇനി അടുത്തത് PV വേലായുധം പിള്ളയുടെ നിരീക്ഷണമാണ്. ഹിന്ദു ഗദ്യം എന്ന് അന്യഥാ വിളിക്കാവുന്ന മധ്യകാല ഗദ്യത്തിന്റെ സാമാന്യ സ്വഭാവങ്ങളെല്ലാം ധാരാളമായി കാണിക്കുന്ന ഒരു നമ്പ്യാൻ തമിഴ് ഗ്രന്ഥമാണ് ബ്രഹ്മാണ്ഡ പുരാണം. ആരുടെ നിരീക്ഷണമാണ്? PV വേലായുധ പിള്ളയുടെ നിരീക്ഷണമാണ്. ഇനി മലയാള ഭാഷാ കൗടില്യത്തിലും ബ്രഹ്മാണ്ഡ പുരാണത്തിലും എപ്രകാരമാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. രാജ്യഭാഷയായ തമിഴിന്റെയും പണ്ഡിത ഭാഷയായ സംസ്കൃതത്തിന്റെയും സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഭാഷയാണ് ഭാഷാ കൗടില്യത്തിൽ കാണുന്നത്. ഭാഷാ കൗടില്യം പഠിച്ച സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഭാഷയുടെ സ്വഭാവ സവിശേഷതകൾ പഠിച്ചതാണ്. ഇക്കാരണത്താൽ വ്യാകരണപരമായിട്ടുള്ള തികഞ്ഞ അരാജകത്വവും അവ്യവസ്ഥിതത്വവും ഏതിൽ കാണാം? ഭാഷാ കൗടില്യത്തിൽ കാണാം. ഇങ്ങനെ ധാരാളം പരിമിതികൾ ഉണ്ടെങ്കിലും അർത്ഥശാസ്ത്രം പോലെ ബഹുതല സ്പർശിയായിട്ടുള്ള വിഷയ സ്വഭാവമുള്ള ഒരു ശാസ്ത്ര ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കാൻ പാകത്തിന് 12ാം നൂറ്റാണ്ടിലെ മലയാള ഗദ്യം പ്രാപ്തമായിരുന്നു. മലയാള ഗദ്യഭാഷ ഭാഷാ കൗടില്യത്തിൽ നിന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിലേക്ക് എത്തുമ്പോൾ ഏറെ മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമ്മൾ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകൾ പറഞ്ഞു. കേരള പാണിനിയുടെ 6 നയങ്ങൾ സംഭവിച്ച രൂപങ്ങളും സംഭവിക്കാത്ത രൂപങ്ങളും ഭാഷാ കൗടില്യത്തിൽ കാണാം. 6 നയങ്ങളുടെ കാര്യത്തിൽ കാണുന്ന നിറഞ്ഞ അവ്യവസ്ഥിതത്വത്തിന്റെ ഏറെ മാറ്റം ബ്രഹ്മാണ്ഡ പുരാണം ഗദ്യത്തിൽ എത്തുമ്പോൾ കാണാനായിട്ട് കഴിയും. കേരള പാണിനിയുടെ നയങ്ങളിൽ അധികവും സംഭവിച്ച രൂപമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഭാഷാ കൗടില്യത്തിന്റെ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകൾ പഠിച്ചപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? ഈ 6 നയങ്ങൾ സംഭവിച്ച രൂപങ്ങളുമുണ്ട്, സംഭവിക്കാത്ത രൂപങ്ങളുമുണ്ട്. അപ്പൊ ഭാഷാ കൗടില്യത്തിൽ നിന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിലേക്ക് എത്തുമ്പോൾ കേരള പാണിനിയുടെ 6 നയങ്ങളിൽ അധികവും സംഭവിച്ച രൂപങ്ങളാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കാണുന്നത് എന്നുള്ള പോയിന്റ് ഫോക്കസ് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് എഴുതി വെക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. സമുച്ചയ നിബാധമായിട്ടുള്ള മകാരം വകാരമാകുന്ന ഇന്നത്തെ രീതി ഭാഷാ കൗടില്യ കാലത്ത് നടപ്പാക്കിയിരുന്നില്ല. പടയും ഭണ്ഡാരവും കൊണ്ട് എന്നിങ്ങനെയുള്ള ഭാഷാ രീതിയാണതിൽ കാണുന്നത്. ഏതിൽ കാണുന്നത്? ഭാഷാ കൗടില്യത്തിൽ കാണുന്നത്. എന്നാൽ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ മകാരത്തിന് വകാരത്തിന്റെ സന്ധിവികാരം സംഭവിച്ചിരിക്കുന്നു. വംശവും ആയുധവും എന്നിങ്ങനെയുള്ള പദങ്ങള് നമുക്ക് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിന്ന് തന്നെ ഉദാഹരണങ്ങളാക്കിയിട്ട് എടുക്കാവുന്നതാണ്. പ്രതിഗ്രാഹിക പ്രത്യയമായി ഐ ഉപയോഗിക്കുന്നത് പോലെ നിലവാരപ്പെടാത്ത വിഭക്തി പ്രത്യയങ്ങളാണ് 12ാം നൂറ്റാണ്ടിൽ കാണപ്പെടുന്നത്. എന്നാൽ 14ാം നൂറ്റാണ്ടിലെ ബ്രഹ്മാണ്ഡ പുരാണ ഭാഷയിൽ ആധുനിക ഭാഷയോട് സാമ്യം തോന്നുന്ന തരത്തിലുള്ള വിഭക്തി പ്രത്യയങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോൾ വിഭക്തി പ്രത്യയങ്ങളായിട്ട് പറയുന്ന പ്രതിഗ്രാഹികയ്ക്ക് എ എന്നുള്ളത്, ആൽ എന്നുള്ളത് ആൽ പ്രയോജികയം ഹേതു, ഏതിനാണ്? പ്രയോജിക വിഭക്തിക്ക്. അപ്പൊ ഇത്തരത്തിലുള്ള ഇന്നത്തെ ആധുനിക ഭാഷയോട് സാമ്യം തോന്നുന്ന വിഭക്തി പ്രത്യയങ്ങൾ ബ്രഹ്മാണ്ഡ പുരാണം ഭാഷയിൽ കാണുന്നുണ്ട്. പഴയ സന്ധി നിയമങ്ങൾ തരിസാപ്പള്ളി ശാസനത്തിൽ കാണുന്നത് പോലെ
ഭാഷാ കൗടില്യത്തിലും കാണാനായി കഴിയും. ചുട്ടെഴുത്തുകൾക്ക് ശേഷം സ്വരം വരുമ്പോൾ വകാരാഗമം വരും എന്ന സന്ധി നിയമം ശാസനങ്ങളിലും ഭാഷാ കൗടില്യത്തിലും പാലിച്ചു കാണുന്നു. ഇവ രണ്ടിനുടയ എന്നുള്ളത് ഉദാഹരണമായിട്ട് എടുക്കാം. എന്നാൽ ഇപ്രകാരമുള്ള സന്ധി നിയമങ്ങൾ ബ്രഹ്മാണ്ഡ പുരാണം ഗദ്യത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ശാസനങ്ങളിൽ നിന്നും ഭിന്നമായി ഋ എന്ന സ്വരം സ്വതന്ത്ര രൂപത്തിൽ ഭാഷാ കൗടില്യത്തിൽ പ്രയോഗിച്ചു കാണുന്നു. ഇങ്ങനെ വർണ്ണമാലയിൽ സംസ്കൃത സ്വാധീനം കാണുമ്പോഴും തദ്ഭവ രൂപങ്ങളും ഭാഷാ കൗടില്യത്തിൽ കാണാം. പദങ്ങളും ശൈലികളും പ്രയോഗങ്ങളും എല്ലാം തമിഴിന്റെയും സംസ്കൃതത്തിന്റെയും കേരള ഭാഷയുടെയും ഉറയ്ക്കാണ് കാണുന്നത്. ബ്രഹ്മാണ്ഡ പുരാണത്തിലേക്ക് എത്തുമ്പോൾ ഭാഷ കുറെ കൂടി ചെന്തമിഴിൽ നിന്നകന്ന് സംസ്കൃതത്തോട് അടുക്കുന്നതായിട്ട് കാണാനും മനസ്സിലാക്കാനും കഴിയും. എങ്ങനെയാണ് മധ്യകാല ഗദ്യത്തിലെ ഭാഷാ കൗടില്യത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത് എന്നുള്ളത് ബ്രഹ്മാണ്ഡ പുരാണത്തെ ഉദാഹരണമാക്കിക്കൊണ്ടാണ് നമ്മൾ ഇത്ര നേരം നോക്കിയത്. അക്കാലത്തെ ശാസനങ്ങളിലും 12ാം ശതകത്തിൽ വിരചിതമായിട്ടുള്ള കൗടില്യത്തിലും വ്യവഹാര ഭാഷയുടെ പ്രകടമായിട്ടുള്ള വ്യാപനങ്ങൾ കാണാനായിട്ട് സാധിക്കും. കൗടില്യത്തിലെ വാക്യശൈലിയും വിഭക്തി പ്രത്യയാദികളും സന്ധികാര്യങ്ങളും മറ്റു വ്യാകരണങ്ങളും ഇതിന് വേണ്ടത്ര തെളിവാണ് എന്ന് PV വേലായുധം പിള്ള അഭിപ്രായപ്പെടുന്നതിൽ നിന്നും ശാസന ഭാഷയോട് സാദൃശ്യം പുലർത്തുന്ന ഭാഷാ രീതിയാണ് ഭാഷാ കൗടില്യത്തിൽ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഭാഷാ കൗടില്യത്തിലെ ഭാഷയെ കുറിച്ചിട്ട് PV വേലായുധം പിള്ളയുടെ ഒരു നിരീക്ഷണം ഇവിടെ കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. അപ്പൊ PV വേലായുധം പിള്ളയുടെ ഈ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് പ്രാചീന മലയാള ഗദ്യ സാഹിത്യത്തിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ നിന്നും തികച്ചും വിഭിന്നമായ രണ്ടാം ഘട്ടമാണ് ബ്രഹ്മാണ്ഡ പുരാണം ഗദ്യത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. മധ്യകാല മലയാള ഗദ്യത്തിന്റെ സാമാന്യ സ്വഭാവങ്ങളെല്ലാം തന്നെ ധാരാളം കാണിക്കുന്ന കൃതിയാണ് ബ്രഹ്മാണ്ഡ പുരാണം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഭാഷാ കൗടില്യാദികളുടെ കാലം കഴിഞ്ഞ് പ്രത്യയപരമായും മറ്റുമായും മലയാളത്തിൽ ഉണ്ടായ പ്രധാന മാറ്റങ്ങളുടെ സാമാന്യ രൂപം ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിന്നറിയാം. KN എഴുത്തച്ഛന്റെ നിരീക്ഷണമാണിത്. അപ്പൊ KN എഴുത്തച്ഛൻ പറയുന്നതിലൂടെ ഇരു കൃതികളും രണ്ട് കാലഘട്ടത്തെ കുറിക്കുന്നതാണ്. ഭാഷാ കൗടില്യവും ബ്രഹ്മാണ്ഡ പുരാണവും രണ്ട് കാലഘട്ടത്തെയാണ്, ഒന്ന് പ്രാചീന കാലഘട്ടത്തെയും ഒന്ന് മധ്യകാല മലയാള കാലഘട്ടത്തെയുമാണ് കാണിക്കുന്നത് എന്ന് അല്ലെങ്കിൽ കുറിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കും. ഇനി ബ്രഹ്മാണ്ഡ പുരാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവർത്തന ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടതും നിങ്ങളുടേതായ ഭാഷയിൽ കുഞ്ഞു കുഞ്ഞു നോട്ടുകൾ എഴുതിയെടുക്കേണ്ടതുമാണ്. എല്ലാ ക്ലാസ്സിലും ഞാൻ ആവർത്തിക്കുന്നതാണ്. നിങ്ങളുടേതായ ഭാഷയിൽ ചെറിയ പോയിന്റുകൾ, മുഴുവനായിട്ട് വിശദീകരിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നുന്ന പോയിന്റുകൾ നിങ്ങളുടേതായ ഭാഷയിൽ കുഞ്ഞു കുഞ്ഞു പോയിന്റുകളാക്കിയിട്ട് എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ കർത്താവ് ആര്? നമ്മൾ പറഞ്ഞു നിരണത്ത് രാമപ്പണിക്കരാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ കർത്താവ് എന്ന നിലയിൽ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ കർത്താവ് നിരണത്ത് രാമപ്പണിക്കരാണ് എന്ന് അഭിപ്രായപ്പെട്ടവർ ആരെല്ലാം? മഹാകവി ഉള്ളൂരും K സാംബശിവ ശാസ്ത്രികളുമാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ കർത്താവ് നിരണത്ത് രാമപ്പണിക്കരാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. ഇനി ബ്രഹ്മാണ്ഡ പുരാണത്തിൽ എത്ര പാദങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ 4 പാദങ്ങളാണ് ഉള്ളത്. ഇനി അവ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഉപോദ്ഘാതപാദം, പ്രക്രിയാപാദം, അനുഷംഘപാദം, ഉപസംഹാരപാദം എന്നിങ്ങനെ 4 പാദങ്ങളാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിലുള്ളത്. 123 അധ്യായങ്ങൾ ബ്രഹ്മാണ്ഡ പുരാണത്തിലുണ്ട്. ഇതിൽ ഉപോദ്ഘാത പാദത്തിലെ 21ാം അധ്യായത്തിലെ ഏതാനും ഭാഗങ്ങളാണ് ബ്രഹ്മാണ്ഡ പുരാണം ഗദ്യത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത്. ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ രചനാകാലം കൊല്ലവർഷം 648 മുമ്പാണ്. 14ാം ശതകത്തിൽ എഴുതപ്പെട്ടു എന്ന് കരുതുന്ന ഈ കൃതിയുടെ ഒരു താലിയോല പകർപ്പിൽ 648 ആണ്ട് ധനുമാസം 20-ാം തീയതി ഞായറാഴ്ചയും മകവും പഞ്ചമിയും അന്ത്യ എഴുതിക്കൂടിയത് എന്ന് പകർത്തിയ കാലം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കണ്ടിട്ടുണ്ടെന്ന് ഉള്ളൂര് കേരള സാഹിത്യ ചരിത്രം 1-ാം ഭാഗത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ 14ാം ശതകം കൊല്ലവർഷം 648 എന്നുള്ള കാര്യങ്ങൾ ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ രചനാകാലമായിട്ട് ഓർത്തുവെക്കുക. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഒരു നിരീക്ഷണമാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഭാഷയും വേഷവും അനുകരണീയമായ നിലയിൽ കേരള ഭാഷാ ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനം അർഹിക്കുന്നു.
അഭിപ്രായപ്പെട്ടത് ആരാണ്? കെ സാംബശിവ ശാസ്ത്രികളാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഭാഷയും വേഷവും അനുകരണീയമായ നിലയിൽ കേരള ഭാഷാ ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനം അർഹിക്കുന്നു എന്നാണ് കെ സാംബശിവ ശാസ്ത്രികൾ അഭിപ്രായപ്പെട്ടത്. ഇനി ബ്രഹ്മാണ്ഡ പുരാണത്തെ ശ്രീ ചിത്രോദയ മഞ്ചരി ഗ്രന്ഥാവലിയിൽ പെടുത്തി 1936 പ്രസിദ്ധീകരിച്ചത് ആര്? കെ സാംബശിവ ശാസ്ത്രികളാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ബ്രഹ്മാണ്ഡ പുരാണത്തെ ശ്രീ ചിത്രോദയ മഞ്ചരി ഭാഷാ ഗ്രന്ഥാവലിയിൽ പെടുത്തി 1936 പ്രസിദ്ധീകരിച്ചത് കെ സാംബശിവ ശാസ്ത്രികളാണ്. അടുത്ത ചോദ്യം ബ്രഹ്മാണ്ഡ പുരാണത്തിലെ വിഷയം എന്താണ് എന്നതാണ്. സംസ്കൃതത്തിൽ എഴുതിയ ബ്രഹ്മാണ്ഡ പുരാണത്തിലെ 71 അധ്യായത്തിലെ ചില ഭാഗങ്ങൾ മാത്രം നമുക്ക് കണ്ടുകിട്ടി, വിവർത്തന രൂപത്തിൽ കണ്ടുകിട്ടിയിട്ടുള്ളത്. അതില് കേരളോൽപ്പത്തി കഥ, ഭദ്ര ദീപ പ്രതിഷ്ഠാവധം എന്നിവ പ്രധാന വിഷയമായിട്ട് ഉൾച്ചേർത്തിരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കൂ. ആവർത്തന ചോദ്യങ്ങൾ എന്ന് നമ്മൾ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ചോദ്യങ്ങളെല്ലാം തന്നെ പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്നത് തന്നെയാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ എത്ര പാദങ്ങളാണുള്ളത്, അധ്യായങ്ങളാണുള്ളത്? ഈ ചോദ്യം തൊട്ടു മുമ്പ് നമ്മൾ കണ്ടതാണ്, വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ എത്രത്തോളമാണ് ആവർത്തന ചോദ്യങ്ങളുടെ ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എത്ര പാദങ്ങളാണുള്ളത്? 4 പാദങ്ങളാണുള്ളത്. ഉപോത്പാദക പാദം, പ്രക്രിയാപാദം, അനുഷംഗപാദം, ഉപസംഹാരപാദം എന്നിവയാണ് 4 പാദങ്ങൾ. ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ കർത്താവ് നിരണത്ത് രാമപ്പണിക്കരാണ് എന്ന് പറഞ്ഞത് ഉള്ളൂരും കെ സാംബശിവ ശാസ്ത്രികളുമാണ്. ബ്രഹ്മാണ്ഡ പുരാണം ആദ്യം പ്രസിദ്ധീകരിച്ചത് കെ സാംബശിവ ശാസ്ത്രികളാണ്. ശ്രീ ചിത്രോദയ മഞ്ചരി ഭാഷാ ഗ്രന്ഥാവലിയിൽ 1936 പ്രസിദ്ധീകരിച്ചത്. ഈ 3 ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഇവ വീണ്ടും 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 പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പൊ ഇനി വരുന്ന പരീക്ഷയ്ക്കും ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും. എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം? ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ കർത്താവ് നിരണത്ത് രാമപ്പണിക്കരാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരെല്ലാം എന്നുള്ളതായിരുന്നു ചോദ്യം. ഓപ്ഷൻ സി ഉള്ളൂർ, കെ സാംബശിവ ശാസ്ത്രികൾ. അപ്പൊ ഉള്ളൂരും സാംബശിവ ശാസ്ത്രികളുമാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ കർത്താവ് നിരണത്ത് രാമപ്പണിക്കരാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 3 ചോദ്യം കണ്ടു. അതുപോലെ തന്നെ മിക്ക പരീക്ഷകളിലും കേട്ടറ്റ് ആണെങ്കിലും സെറ്റ് ആണെങ്കിലും നെറ്റ് ആണെങ്കിലും HSA ആണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നത്. അപ്പൊ HSSC പരീക്ഷയ്ക്ക് നമുക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഭാഷയും വേഷവും അനുകരണീയമായ നിലയിൽ കേരള ഭാഷാ ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനം അർഹിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഈ ചോദ്യം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ? എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം? കെ സാംബശിവ ശാസ്ത്രികളാണ്. ശ്രീ ചിത്രോദയ മഞ്ചരി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ട് 1936 ബ്രഹ്മാണ്ഡ പുരാണം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചതും കെ സാംബശിവ ശാസ്ത്രികളാണ് എന്നുള്ള കാര്യം മറക്കരുത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.